ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹോമി ഡയറീസ്. ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അതായത് ഇന്ന് സായ്മോളുടെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിറന്നാൾ സദ്യ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ പായസമാണ് ഉണ്ടാക്കിയത്. അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ചെറുതായിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, പ്ലേറ്റ്സ് ഒക്കെ ഒന്ന് കഴുകാനും. അങ്ങനെ രണ്ടുപേരും കൂടെ കിച്ചണിൽ നിന്ന് കുഞ്ഞുങ്ങളും കൂടെ വന്ന് നിൽക്കും. പിന്നെ അവരെ നോക്കണം, അവരെ ശ്രദ്ധിക്കാതിരുന്ന എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ച് കുഞ്ഞു മോളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്റ്റൂളൊക്കെ എടുത്തിട്ട് വലിഞ്ഞ് കയറിക്കോളും. സായ്മോളെ പിന്നെയും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഞാൻ ആ പാത്രങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അപ്പോഴത്തേക്ക് അമ്മ മോളെ എടുത്തു വെച്ച് പായസം ഉണ്ടാക്കുകയാണ്. ഇവർ നിന്നാൽ ജോലി ഒട്ടും നടക്കത്തില്ല. ഇതിനിടയിൽ സായ്മോള് വന്നിട്ട് എനിക്ക് ടോയ് വേണം, ഇതെടുത്തുകാന്നും പറഞ്ഞ് സായ്മോള് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അമ്പലത്തിലൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോ ബർത്ത്ഡേ ജൂൺ 1 അന്ന് അമ്പലത്തിൽ പോകും. അന്നാണ് കേക്ക് കട്ടിംഗ് ഒക്കെ. നമ്മള് പിറന്നാളിന് അമ്പലത്തിൽ പോയി വരും, സദ്യ എന്തെങ്കിലും ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. കേക്ക് കട്ടിംഗ് ഒക്കെ ബർത്ത്ഡേക്ക്. അപ്പൊ ഞാൻ ഇവര് വീട്ടിലിരിക്കുന്ന ബഹളം ആയതുകൊണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ റിനോവേഷൻ ആയിട്ട് അവിടെ മണ്ണൊക്കെ നല്ല മണ്ണ് നമ്മൾ തന്നെ ഇറക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ ഇപ്പൊ മഴയൊക്കെ പെയ്ത് മണ്ണ് നല്ല വൃത്തിയായി കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. അവരുടെ ടോയ്സും ഒക്കെ എടുത്ത് മണ്ണിൽ കളിക്കുന്ന ഈ ബീച്ചിലൊക്കെ കൊണ്ടുപോകുന്ന ടോയ്സ് ഇല്ലേ, അതൊക്കെ കൊണ്ട് പോയി. അതാണ് ബേബി ബാഗും ഒക്കെ തൂക്കി അതിനുള്ളിൽ അതെല്ലാം വെച്ച് കൊണ്ടുവന്നത്. അങ്ങനെ അവർക്ക് പിന്നെ അവിടെ എത്തിയപ്പം വീട്ടിൽ തിരിച്ചു കയറാൻ വയ്യ. സാധാരണ ഈ സമയത്തൊക്കെ മഴയും ഒരു വെയിലില്ലാത്ത ഒരു മൂടലായിരിക്കും. പക്ഷെ ഇന്നായപ്പോ വെയിലുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ തലയിൽ നല്ല വെയിൽ കൊള്ളുന്നു. അങ്ങനെ വീട്ടിൽ പോവാൻ തിരിച്ചു വിളിച്ചാൽ അവർ വരുന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കുറച്ച് മണ്ണ് നമുക്ക് എടുത്തിട്ട് വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കളിക്കാം, ഇപ്പൊ നിങ്ങൾ വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടാളും വന്നു കേട്ടോ വീട്ടിലേക്ക്. അവർക്കൊക്കെ ഇതൊക്കെയാണ് സന്തോഷം. കാരണം ഇപ്പോഴുള്ള കുട്ടികൾ എപ്പോഴും വീട്ടിനകത്ത് TV കണ്ടും അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഇൻഡോർ ഗെയിം ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചല്ലേ അവര് സമയം പോകുന്നത്. പണ്ടത്തെ പോലെ ആരും ഇപ്പൊ പുറത്തൊന്നും ഇറക്കത്തില്ലല്ലോ. അപ്പൊ ഇറങ്ങിയപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. തിരിച്ചു വന്ന് നമ്മള് അവരെ ഫ്രഷ് ഒക്കെ ആക്കി. അപ്പൊ സദ്യ കഴിക്കുമ്പോൾ സായ്മോക്ക് പട്ടുപാട ഇട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ലെഹങ്ക, പുതിയതല്ല കേട്ടോ, ഓണത്തിന് വാങ്ങിയതാണ്, 1-2 പ്രാവശ്യം ഇട്ടുള്ളൂ. അപ്പൊ അത് ഇട്ട് റെഡിയാക്കുകയാണ്. രണ്ടുപേർക്കും ലെഹങ്ക തന്നെ ഇട്ട് പട്ടുപാട ഇടാന്ന് വെച്ചപ്പം ഇനി ഇവര് സദ്യ കഴിച്ച് സ്കേർട്ട് വൈറ്റ് കളറാണ്, അതിൽ വല്ല കളറൊക്കെ ആയാലും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിടാം എന്ന് കരുതി ഇതിട്ടു. ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്നതിന് ജൂൺ 1 അങ്ങനെ രണ്ടുപേര് റെഡിയാക്കി ഇറക്കിയപ്പോഴത്തേക്ക് അവരുടെ അനിയൻ വന്നു കേട്ടോ. എന്റെ അനിയത്തിയുടെ മോനാണ്, കുഞ്ഞാണ്, 1.25 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവര് 3 പേരും കൂടെ ഒന്ന് കളിക്കുകയാണ്. മോന്റെ പേര് ധനു എന്നാണ്. അപ്പൊ കുഞ്ഞാവേയും സദ്യ കഴിക്കാനൊക്കെ ചേച്ചിമാരോടൊപ്പം ഇരുന്നു കേട്ടോ. അപ്പൊ മോന് അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനൊന്നും ആയില്ലല്ലോ, ഇവരെ പോലെ അത്രയും അറിഞ്ഞൂടല്ലോ. അപ്പൊ മോന്റെ അമ്മ എടുത്തിട്ട് പോയി കേട്ടോ. എന്നിട്ട് അവന് പ്ലേറ്റിൽ കൊടുത്ത് ഇവര് താഴെ ഇരുന്ന് സദ്യ കഴിക്കും. സായ്മോള് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനൊക്കെ സായ്മോക്ക് തനിയെ കഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ എനിക്ക് വാരിത്തായി, എനിക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ട് മോളെ കഴിയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. പക്ഷെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ സായ്മോക്ക് തനിയെ കഴിക്കണം. ആരുടെ ഹെൽപ്പ് വേണ്ട, നല്ല നീറ്റായിട്ട് കുഞ്ഞ് കഴിക്കും. സാക്ഷികള് വെറുതെ ഇരുന്ന് പപ്പടവും കഴിച്ചിട്ട് എണീറ്റ് പോകാനാണ് ഇരിക്കുന്നത് കേട്ടോ. കുഞ്ഞുവാവെ അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പുറത്തു ഇരുത്തി കഴിപ്പിക്കുകയാണ്. ഇവരെ കഴിക്കാനും സമ്മതിക്കൂലെന്നും പറഞ്ഞ് കാഴ്ചയൊക്കെ കാണിച്ച് കഴിപ്പിക്കുകയാണ് കുഞ്ഞുവാവെ. പിന്നെ സായ്മോള് നന്നായിട്ട് കഴിച്ചു. വലിയ സദ്യയൊന്നുമല്ല, ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെച്ച് ഒരു കുഞ്ഞു സദ്യയും പായസവും. സായ്മോള് കഴിച്ചിട്ട് സ്വന്തമായ ഇലയൊക്കെ മടക്കി കൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമന്റ് ഷെയറും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.